തിരുവനന്തപുരം ധനുവച്ചപുരത്ത് ആളില്ലാത്ത സമയത്ത് പാറശാല പോലീസ് വീട് കുത്തിത്തുറന്ന് അകത്ത് കയറിയെന്ന് പരാതി. വീട്ടിനകത്തുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അടക്കം മോഷ്ടിച്ചുവെന്നാണ് ആരോപണം. ധനുവച്ചപുരം സ്വദേശിയും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥരുമായ ബാബുരാജ് എസ്.പിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എൻ്റെ മകൻ കഴിഞ്ഞ 1-ാം തീയതി ഒരു ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ കുരിശടിയിലവിടെ വെച്ച് ഒരാൾ മോനെ അടിക്കാൻ നിൽക്കുകയും ചീത്തടിക്കുകയൊക്കെ ചെയ്ത് അവൻ പിടിച്ചിടുകയും എന്തോ ചെയ്തു. അതിന് പോലീസ് കേസൊന്നുമായി നമുക്കൊന്നും അറിയില്ല. നമ്മൾ വീട്ടിലുണ്ടായിരുന്നതാണ്. പക്ഷേ അവരിപ്പം വീട്ടിൽ വന്ന് വേണ്ട വെള്ളം കാണിച്ച് എല്ലാം പഠിച്ച് തുറന്നിട്ട് പോയിരിക്കുകയാണ്. എൻ്റെ ഭാര്യയുടെ ഫോണും എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു പിള്ളേരെ കുറ്റം ചെയ്ത് നമ്മളറിയുന്നില്ല. പക്ഷേ അവർ നിയമപരമായിട്ട് കേസെടുക്കുക എല്ലാം ചെയ്താൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കൊലക്കേസ് പ്രതികൾ ചെയ്യുമ്പോൾ ചെയ്തിരിക്കുകയാണ്. ധനുവച്ചപുരത്ത് നടന്ന അടിപിടി കേസിലെ 1-ാം പ്രതിയായ ബാബുരാജിന്റെ മകൻ ചന്ദ്രബാബുവിനെ തേടിയാണ് പോലീസ് എത്തിയത്. അന്വേഷണം മാത്രമാണ് നടത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇതെന്ത് തരം അന്വേഷണമാണ്? പ്രതിയെ തേടി വീട്ടിലെത്തി, വീട്ടിൽ ആളില്ലാത്തപ്പോൾ വീട് കുത്തി തുറന്നു ഫോണും എടുത്തുകൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ വീട്ടുടമസ്ഥൻ പറയുന്നത്. ഇതിനോട് പോലീസിന്റെ പ്രതികരണം എന്താണ്? സ്മൃതി, ഇന്ന് രാവിലെയാണ് ഈ ധനുവച്ചപുരം റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ബാബുരാജിന്റെ വീട്ടിൽ പാറശാല പോലീസ് എത്തുന്നത്. ഈ പോലീസ് എത്തുന്ന സമയത്ത് ബാബുരാജും ഭാര്യയും ഒരു വിവാഹത്തിന് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് എത്തിയതിന് പിന്നാലെ ഈ അടുക്കള ഭാഗത്തേക്കുള്ള വാതിൽ അത് ചവിട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഈ പോലീസിന്റെ സംഘം അകത്ത് കയറുകയും ബാബുരാജിന്റെ ഭാര്യയുടെ മൊബൈൽ ഫോണും എടുത്ത് ഈ വീട്ടിൽ നിന്ന് കടന്നു കളയുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ കള്ളന്മാര് എങ്ങനെയാണോ വീട്ടിൽ കയറി മോഷണം നടത്തുന്നത് അതിന് സമാനമായ രീതിയിൽ അധപതിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ പോലീസ്. പ്രത്യേകിച്ചും പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതി ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ബാബുരാജിന്റെ മകൻ ചന്ദ്രബാബു ബൈക്കിൽ വരുന്ന വഴിയിലാണ് ഈ വീടിന്റെ തൊട്ടടുത്ത് വെച്ച് ഒരു മദ്യപിച്ചുകൊണ്ട് ഒരു വ്യക്തി ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇവർ തമ്മിലുള്ള വാക്കേറ്റവും മർദ്ദനത്തിനും പിന്നാലെയാണ് ഈ ചന്ദ്രബാബുവിനെതിരെ പാറശാല പോലീസ് കേസെടുത്തത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ചന്ദ്രബാബുവിനെ അന്വേഷിച്ച് എത്തിയതാണെന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷെ അതൊരു മതിയായിട്ടുള്ള വിശദീകരണമല്ല. ഒരു സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്കെതിരെ പരാതി ഉയർന്നാൽ ആ വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷണം നടത്തേണ്ടുന്ന ഒരു നിയമ നടപടിയുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള നിയമ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് പോലീസ് ഇപ്പോൾ ബാബുരാജിന്റെ വീട്ടിലെത്തിയതും ഈ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് അകത്ത് കയറിയതെന്നുള്ള ഒരു പരാതി ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബാബുരാജും കുടുംബവും റൂറൽ എസ്.പിക്കും അതുപോലെ തന്നെ പോലീസിന്റെ കംപ്ലയിന്റ് അതോറിറ്റിക്കും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. സ്മൃതി, ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.